അപ്പച്ചന്റെ ബലത്തിലായിരിക്കും അല്ലേ? അതെ, അടുത്ത ആഴ്ച മുതലേ അപ്പച്ചൻ കൂടെ കാണത്തില്ല, ഓർമ്മ വേണം. ആരും വേണ്ടേ, ഇക്കണ്ട കാലമൊക്കെയും ഞാൻ ക്ഷമിച്ചു. നിന്നെ ഒരു മര്യാദ പഠിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ചോദിച്ചേ? ഞാൻ ആരാണെന്നോ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല അല്ലടി? ഞാൻ അറിയിച്ചു തരാൻ മടി. നിങ്ങൾ എന്നെ തല്ലിയല്ലേ, ഞാൻ കാണിച്ചു തരാം. നീ എല്ലാം കാണിക്കാനാടി. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചതേ നിന്നെ പേടിച്ചാണെന്ന് നീ കരുതിയോ? എങ്കിൽ നിനക്ക് തെറ്റി. കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് കരുതിയ നമ്മുടെ മക്കളെ ഓർത്ത് മാത്രം, അവരൊന്നും അറിയണ്ടല്ലോ എന്ന് കരുതി. ഇപ്പോ അവർക്ക് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ഭാഗമായി. അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചോളാം. കേട്ടോടി, കേട്ടോന്ന്. നിനക്ക് സുരേഷ് ഗോപിയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോണം അല്ലടി? നിനക്ക് പോണോടി, എടി പോണോടി. ഇവിടെ നേരെയാക്കാൻ പറ്റുന്നത് ഞാനൊന്ന് നോക്കട്ടെ. എനിക്കെങ്ങും പോകണ്ടായേ, ഞാൻ എങ്ങും പോകുന്നില്ല. ഞാനിനി നിങ്ങൾ പറയുന്നത് എന്തും അനുസരിച്ച് ജീവിച്ചോളാം. ഉറപ്പാണോ? ഉറപ്പാണോന്ന്? സത്യമായിട്ട് ഇനി മുതൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. നിങ്ങളാണ് സത്യം, നമ്മുടെ രണ്ട് മക്കളാണ് സത്യം. എന്നാ ഇനി അകത്ത് പോ. ഇവിടെ പോളി നെല്ലടി. എവിടെയായിരുന്നു നീ ഇതുവരെ? അവിടെ എന്തായിരുന്നേ? നിന്റെ ഒരു ചാറ്റ് എല്ലാം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. എടി, ഇനി എന്നോട് ചോദിക്കാതെ ഈ വീട്ടിൽ നിന്നാരും പുറത്തു പോവില്ല. മനസ്സിലായോ? മനസ്സിലായോടി? എന്നെ പോയത് എടാ ആ കൊച്ചിനെ പേടിപ്പിക്കാതെടാ. നിന്റെയൊക്കെ വളർത്തു ദോഷത്തിന് ഈ കൊച്ച് എന്ത് വിളിച്ചടാ? മോനെ തോമാച്ച, ഇങ്ങ് വന്നേടാ, വാടാ. എടാ മോനെ, ഇപ്പോഴാടാ നീ എന്റെ മരുമോനായത്. എടാ, ഇത് നീ നേരത്തെ നോക്കിയിരുന്നെങ്കിൽ ഒന്നോങ്ങിയാൽ അവൾ നേരെയാകുമായിരുന്നു. ഇത് ഇത്തിരി വൈകിപ്പോയി. എടാ, മണ്ണും പെണ്ണും കിളയ്ക്കും തോറും നന്നാകുമെന്നാ ചൊല്ല്. എന്ന് കരുതി നീ അങ്ങ് ഒരുപാട് കിളയ്ക്കണ്ട കേട്ടോ മരുമോനെ. അപ്പച്ചന്റെ ഒരു ധൈര്യത്തിലാ ഞാൻ ഇതൊക്കെ ചെയ്തേ. അവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു അപ്പച്ച, അതുകൊണ്ട് ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. നാരി നരിച്ചിടം, നാരകം നട്ടിടം, നായ് പെറ്റിടം, ഇതൊന്നും നന്നാകില്ലെന്ന് പഴമക്കാർ പറയും. കുറെയൊക്കെ ശരിയുമാണ്. അതൊക്കെ പോട്ടെ. എന്നാൽ നമുക്ക് ഓരോന്നുകൂടി അടിച്ച് അവസാനിപ്പിക്കാം. പള്ളി പോകാനുള്ളതല്ലേ? എന്നാ ഒന്നും കൂടി, ഒരെണ്ണം കൂടി ഇങ്ങോട്ട് ഒഴിച്ചേ. അപ്പച്ച, ഇനി ഇത് നിർത്തപ്പച്ച. ചേട്ടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. ഒരു പുതിയ ജീവിതം തുടങ്ങാം. ഇനി കുടിക്കണ്ട ചേട്ടാ, പ്ലീസ്. ആഹാ, അപ്പൊ എന്റെ മോൾക്ക് സദ്ബുദ്ധി ഉദിച്ചു. കൊള്ളാം.
അപ്പച്ചന് സന്തോഷമായി മോളെ. മോളെ മേരി, ഭാര്യയാണ് വീടിന്റെ വിളക്ക്. അവൾ വിചാരിച്ചാൽ കുടുംബം സ്വർഗമാക്കാനും നരകമാക്കാനും കഴിയും. അപ്പൊ തോമാച്ച, ഇതെങ്ങനാണ്? അപ്പച്ച, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിർത്തിയേക്കാം, അല്ല അപ്പച്ച? ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോ ഞങ്ങൾ കൂടി നിർത്തി. ഇനി നിങ്ങളോ? യാത്ര നാടകത്തിന് ഇവിടെ തിരശ്ശീല വീഴുന്നു. എന്നിരുന്നാലും ജീവിതയാത്ര തുടരുന്നു. അരങ്ങിൽ മേടയിൽ അവറാച്ചൻ അപ്പച്ചൻ തോമസ് കുട്ടി ഫ്രാൻസിസ്, അമ്മച്ചി സജി ജോസ്, തോമാച്ചൻ ജോയ്, മേരി ജെസി, മുനിയാണ്ടി ഷാജു, ക്രിസ്റ്റി ക്രിസ്റ്റീന, കെവിൻ ക്രിസ്റ്റോ, പാവപ്പെട്ട സ്ത്രീ സാലി, LIC പെങ്ങൾ റാണി, ജസ്റ്റിൻ. പിന്നണിയിൽ രംഗപടം ജീമോൻ, വെളിച്ചം ബിനോയ് സിംഫണി, ശബ്ദം ടൈറ്റസ് സിംഫണി, തിരക്കഥാ സംഭാഷണം ജോയ് അഗസ്റ്റിൻ, സംവിധാനം ജോയ് അഗസ്റ്റിൻ, ജോമി ജോർജ്.